ഈ ബ്ലോക്ക് ആഴ്ചയിൽ ശനിയും തിങ്കളും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസമുള്ള ബ്ലോക്കാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ നമ്മളിവിടെ രാവിലെ കൊടുന്നിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ എന്നൊരു അങ്ങാടിപ്പുറം ഓട്ടം വിളിച്ചാൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരിടെ 30 നമ്മൾ 50 പറഞ്ഞാൽ നമുക്ക് ഫൈനാണ്. എത്രയോ നേരമായി ഇവിടെ കാത്തുക്കൽ തുടങ്ങിയിട്ട് നിന്നോ ഈ യാത്രക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ട് ആ അങ്ങാടിപ്പുറം കഴിയുന്നവരെ ഈ നേര യാത്ര തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ എത്ര നേരം അവിടെ കാത്തിരിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ താഴെയാണ്. ഈ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കും. രാവിലെ തുടങ്ങിയ ബ്ലോക്കാണത്. അതായത് ഈ ആഘോഷ കാലത്ത് മാത്രമല്ല, ഏത് കാലത്തും അങ്ങാടിപ്പുറത്ത് സ്ഥിരമായി ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. LDFും UDFും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്ന് പ്രയത്നിച്ചാൽ, പരിശ്രമിച്ചാൽ, ഒരേ മനസ്സോടെ ശ്രമിച്ചാൽ പുതിയൊരു ബൈപ്പാസ് യാഥാർത്ഥ്യമാവില്ലേ? ഈ പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും വളർന്നുകൊണ്ടിരിക്കുന്നു. വളർച്ചയ്ക്കനുസരിച്ച് സൗകര്യങ്ങൾ വേണം. നേരത്തെ ഒരു ജനപ്രതിനിധി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, മണിക്കൂറുകളായി ഞങ്ങളിത് കണ്ടു നിൽക്കുകയാണ്. ഈ ഗതാഗതക്കുരുക്ക് ഇനി ദിവസങ്ങളോളം തുടരും. ഇതിന് പരിഹാരം കാണാൻ ആരാണ് ശ്രമിക്കേണ്ടത്? അതിൻ്റെ ഉത്തരം തേടുകയാണ് ചാനൽ ടെൻ ന്യൂസ്. പെരിന്തൽമണ്ണയും ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറവും ഇനി എത്ര കാലം കുരുക്കിലിഴയണമെന്ന ചോദ്യമുയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുന്നു. നേരത്തെ രാവിലെയും വൈകിട്ടുമായിരുന്നു ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ മുഴുവൻ സമയവും ഗതാഗതക്കുരുക്കിലാണ്. അധികാരികൾ ഇതൊക്കെ കാണണമെങ്കിൽ കണ്ണ് തുറന്നു നോക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമോ മറ്റു കാരണങ്ങളോ എന്ന് ജനം പറയുന്ന ബൈപ്പാസ് പദ്ധതി ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. ഭരണം മാറി വരാം, ജനപ്രതിനിധികൾ മാറിയേക്കാം. ജനങ്ങളുടെ തീരാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ ആരായിരിക്കും മുന്നോട്ട് വരിക? മുമ്പ് ഇവിടെ ജനപ്രതിനിധിയായിരുന്ന മറ്റൊരു മണ്ഡലത്തിലെ MLA ഒരു കാര്യം അസന്ദിഗ്ധമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ 250 കോടി രൂപ ചെലവ് വരുന്ന മാനത്തമംഗലം ഓരോടം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന്. കാത്തിരിക്കാം. അങ്ങനെയൊരു നല്ല കാലത്തിനായി നമ്മുടെ കാത്തിരിപ്പ് ഇനിയും നീളാതിരിക്കട്ടെ. ഇപ്പോൾ അങ്ങാടിപ്പുറം മേൽപ്പാലം കടന്നു കിട്ടാൻ മണിക്കൂറുകൾ കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ്. ഓട്ടോക്കാർ പറയുന്നത് കേട്ടാൽ അവരുടെ ദുരിതം നമ്മളെ വിഷമത്തിലാക്കും. പാലം കടന്ന് ഒരു ഓട്ടം പോയാൽ കത്തിത്തീരുന്ന ഇന്ധനത്തിൻ്റെ പണം പോലും കിട്ടില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. എത്രയോ നേരമായി ഇവിടെ കാത്തുക്കൽ തുടങ്ങിയിട്ട് നിന്നോ ഈ യാത്രക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വെയിലും കൊണ്ട് ഇമാതിരി വെയിലത്ത് ബൈപ്പാസ് തീർച്ചയായിട്ടും അതിൻ്റെ കരം അതുണ്ടാവിട്ടാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. എന്നാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ ആളുകളിലൊക്കെ കയറി എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ സുഖമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ മണിക്കൂറോളം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വിട്ട് ആ അങ്ങാടിപ്പുറം കഴിയുന്നവരെ ഈ നേര യാത്ര തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ എത്ര നേരം അവിടെ കാത്തിരിക്കണം. ഒരുപാട് സമയം അവിടെ കാത്തിരിക്കണം. ഞാൻ അങ്ങാടിപ്പുറം കഴിഞ്ഞ് പോകും പിന്നെ റണ്ണിങ് ചെയ്യാൻ പറ്റുള്ളൂ. 50 റുപ്യേനെ പെട്ടുള്ളൂ. ബാക്കി ആർക്കാണ്? ഒരു കുറ്റി തന്നെ ഒരു 100 റുപ്യ 200 റുപ്യേനെ പെട്ടുള്ളൂ തന്നെ എങ്ങനെ റണ്ണിങ് കത്തും? അത്രയും ടൈമില്ല. അപ്പോൾ എന്ന് വേണം തുടങ്ങിയതാണ് ഈ നൃത്തം. കാലങ്ങളായി വിഭാവനം ചെയ്തിട്ടും നടപ്പാവാതെ പോയ മാനത്തമംഗലം ഓരോടം പാലം ബൈപ്പാസ് മാത്രമേ കുരുക്കഴിക്കുകയുള്ളൂവെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നുണ്ട്. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെയുള്ള പ്രതിഷേധവും അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. ഈ ബ്ലോക്ക് ആഴ്ചയിൽ ശനിയും തിങ്കളും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസമുള്ള ബ്ലോക്കാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ നമ്മളിവിടെ രാവിലെ കൊടുന്നിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ എന്നൊരു അങ്ങാടിപ്പുറം ഓട്ടം വിളിച്ചാൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരിടെ 30 നമ്മൾ 50 പറഞ്ഞാൽ നമുക്ക് ഫൈനാണ്. ഈ 30 രൂപക്ക് നമ്മൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് 100 റുപ്യേൻ്റെ ഡീസൽ വേണം അങ്ങാടിപ്പുറം പോയി തിരിച്ചു വരാം. ഒരു പാലം കടക്കാൻ 1.5 കിലോമീറ്റർ. ഈ പാലം കടക്കുന്ന അങ്ങാടിപ്പുറം മേലെ പോയി വരണമെങ്കിൽ 1 കിലോമീറ്റർ, അങ്ങോട്ട് 1 കിലോമീറ്റർ, ഈ 2 കിലോമീറ്റർ 100 റുപ്യേൻ്റെ ഡീസൽ അടിക്കണം. ഇപ്പോൾ ഇതാ റോങ്ങിൽ കയറി വന്നു കഴിഞ്ഞാൽ അവർ ചാർജ് ചെയ്താൽ 500 ഈടാക്കും. അപ്പോൾ അത് ഒരു വണ്ടിക്കാരനെ പിടിച്ചിട്ട് ഇരിക്കുന്നതാണ്. അതാണ് സ്ഥിതി. ഈ റോങ്ങിൽ കയറി വന്നാൽ നമ്മൾ സ്ട്രൈറ്റ് പോകണമെങ്കിൽ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇതിന് മുന്നേ ഇതിൽ പറഞ്ഞിരുന്നാണ് മാനത്തമംഗലം ഒരടംപാലം മാനത്തമംഗലം ബൈപ്പാസാണ് ആദ്യം പറഞ്ഞിട്ട്. ആ ബൈപ്പാസ് വരാതെ ഈ ഒരു സിംഗിൾ പാലത്തിലൂടെ എങ്ങനെയായാലും ഈ ബ്ലോക്ക് തീരൂല. ആംബുലൻസുകൾ പോലും കടന്നു പോകാനാവാത്ത വിധം കുരുക്കിലാണ് അങ്ങാടിപ്പുറം. പെരുന്നാളും വിഷുവുമെല്ലാം തിരക്ക് കൂട്ടാനിടയുണ്ട്. കടുത്ത വേനൽ ചൂടിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഗതാഗതം നിയന്ത്രിക്കാനുണ്ട്. പക്ഷേ വാഹനപ്പെരുപ്പം മൂലം നിയന്ത്രണങ്ങളെല്ലാം പാളുകയാണ്. രാഷ്ട്രീയത്തിനതീതമായി നാടൊന്നാകെ പുതിയ ബൈപ്പാസിനായി സമരരംഗത്തിറങ്ങേണ്ടിയിരിക്കുന്നു. കുരുക്കിലിഴഞ്ഞും മടുത്ത ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയാൽ പ്രഖ്യാപനങ്ങൾ നടത്തിയവരുടെ വാക്കുകളെല്ലാം വെറും വാക്കാവും. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആരാണ് ശ്രമിക്കേണ്ടത് എന്ന ചോദ്യം കാലങ്ങളായി ഉയരുന്നുണ്ട്.
പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്രയോ മണിക്കൂറുകളായി പൊരിവെയിൽ നിന്നാണ് അവർ ജോലി ചെയ്യുന്നത്, വാഹനങ്ങൾ ഗതാഗതം നിയന്ത്രിക്കുന്നത്. അതായത് ചില ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്, മണിക്കൂറുകളായി നിന്ന് മടുത്ത് ചൂട് കൊണ്ട് വാടിയിട്ട് ഒരല്പം തണൽ തേടി മാത്രം ഞങ്ങൾ മാറി നിൽക്കുന്നതെന്ന്. ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലെങ്കിൽ ഈ ഗതാഗതക്കുരുക്ക് കഴിയുക പോലുമില്ല. അപ്പോൾ ഇതിനെത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. ജനങ്ങളുടെ ആവശ്യമാണ്, ഈ നാടിൻ്റെ ആവശ്യമാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം അധികൃതരിൽ നിന്നുണ്ടാകണമെന്ന ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ നൽകുന്നു. ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം ജബ്ബാർ വേണാട്ട്, ചാനൽ 10 ന്യൂസ്. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.